അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരിഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഷോർട്സിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ്: ഹൂദ് അലൈഹിസലാം, സ്വാലിഹ് അലൈഹിസലാം, ലൂത്ത് അലൈഹിസലാം. ശരിയുത്തരം ഹൂദ് അലൈഹിസലാം. 2. ജയിലിൽ വെച്ച് റിസാലത്ത് ലഭിച്ച പ്രവാചകൻ. ഓപ്ഷൻസ്: യാക്കൂബ് അലൈഹിസലാം, ഇസ്ഹാഖ് അലൈഹിസലാം, യൂസുഫ് അലൈഹിസലാം. ശരിയുത്തരം യൂസുഫ് അലൈഹിസലാം. 3. ഫലസ്തീനിന്റെ പഴയ പേര്. ഓപ്ഷൻ: ഷാം, കനആൻ, ഹെബ്രോൻ. ശരിയുത്തരം കനആൻ. 4. വഫാത്താകുമ്പോൾ ഇബ്രാഹിം അലൈഹിസലാമിന്റെ വയസ്സ്. ഓപ്ഷൻസ്: 137, 99, 175. ശരിയുത്തരം 175. 5. ഇബ്രാഹിം അലൈഹിസലാം ആദ്യമായി ഹിജ്റ പോയ സ്ഥലം. ഓപ്ഷൻസ്: ഷാം, ഹറാൻ, ഈജിപ്ത്. ശരിയുത്തരം ഹറാൻ. 6. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം. ഓപ്ഷൻസ്: ഹിജ്ർ, അഹ്കാഫ്, ബാബിലോൺ. ശരിയുത്തരം ഹിജ്ർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. ഇബ്രാഹിം അലൈഹിസലാമിന്റെ പിതാവ്. അതിന് ശരിയായത് ഇ. താറഹ്. 8. ഇസ്രായേൽ എന്ന പേരുള്ള പ്രവാചകൻ. അതിന് ശരിയായത് ഡി. യാക്കൂബ് അലൈഹിസലാം. 9. നൂഹ് നബി അലൈഹിസലാമിന്റെ അവിശ്വാസിയായ മകൻ. അതിന് ശരിയായത് എ. കനആൻ. 10. അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ. അതിന് ശരിയായത് ബി. നൂഹ് അലൈഹിസലാം. 11. ആദം അലൈഹിസലാമിന്റെ മകൻ. അതിന് ശരിയായത് സി. ഷീസ് അലൈഹിസലാം. EDABC. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഇദ്രീസ് നബി അലൈഹിസലാമിന് അല്ലാഹു തആല ഡേഷ് ഏടുകൾ നൽകി. അവിടെ പൂരിപ്പിക്കേണ്ടത് 30. 13. ഹിജാസിന്റെയും ഡേഷിന്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഹിജ്ർ. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷാം. 14. ഇബ്രാഹിം നബി അലൈഹിസലാം ആദ്യം പിതൃവ്യൻ ഡേഷിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ആസർ. 15. റബ്ബന തഖബ്ബൽ മിന്ന ഡേഷ് അൽ അലീം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇന്നക അൻത സമീഉ. 16. ഇസ്മായിൽ അലൈഹിസലാം ജനിച്ച് ഡേഷ് വർഷത്തിനു ശേഷം ഇസ്ഹാഖ് അലൈഹിസലാം ജനിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് 14. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.